വെൽക്കം ടു കണ്ടായിട്ട് വ്ലോഗ്സ്. അപ്പോൾ ഇതാ ഉഷാറായിട്ടിരിക്കില്ല എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ. ഈ നോൺ സ്റ്റിക്ക് പാനുകളിലൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാലും ഒരു എണ്ണമായി അതിനകത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ കഴുകി നോക്കും, ഒരു രക്ഷയില്ല. പക്ഷെ അതിനൊരു പ്രതിവിധിയുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവിൻ്റെ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലമാവ് അറിയാലോ, നമ്മൾ നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ക്ലീൻ ആവുകയും ചെയ്യും, നല്ല ഗ്ലോയൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ഫേസിലൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ക്ലീനിങ് ടിപ്പിലേക്ക് വരാം. അപ്പോൾ ആ പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് ആ പൊടീനെ നമുക്കങ്ങ് തുടച്ചങ്ങ് എടുക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ ആ പൊടിയെ പാടെ നമ്മൾ കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയായിരിക്കും, കാരണം പിന്നെ അത് അവിടെയൊക്കെ പിടിക്കലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ആ പൊടീനൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ വാഷ് ചെയ്ത് നമ്മൾ നമ്മുടെ പാത്രത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ടവൽ വെച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. ഇതാ നോക്കിക്കോ, ഇപ്പം നമ്മളതിനകത്ത് എങ്ങനെ നോക്കിയാലും ആ ഒരു എണ്ണമയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ പാത്രം. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് വന്നിട്ട് കുറച്ച് വെറൈറ്റി ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പാത്രത്തിലേക്ക് നമ്മുടെ ഹാൻഡ് വാഷില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഹാൻഡ് വാഷല്ല, നമ്മുടെ കയ്യിൽ മറ്റേ പാത്രം കഴുകുന്ന ലിക്വിഡ് എന്തായാലും കുഴപ്പമില്ല, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ഇല്ലാത്ത പരിപാടി നമുക്കില്ല കേട്ടോ. ക്ലീനിങ്ങിന് ഏറ്റവും നല്ലതാണ് ഈ ബേക്കിംഗ് സോഡ കേട്ടോ. എന്നിട്ട് അതും നമ്മുടെ ഈ ഹാൻഡ് വാഷും കൂടി ഒഴിച്ചത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ വിനാഗിരി. ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീരായാലും എടുത്തൊഴിക്കാം കേട്ടോ. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് എന്തിനാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. വേറെ ഒന്നിനല്ല, നമ്മൾ നിത്യമായിട്ട് സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലേ, നമ്മുടെ തലയിലിടുന്ന ടൈ ചെയ്യുന്ന ബുഷുകളും അതേപോലെ തന്നെ ചീർപ്പും. അതായത് ഇത് നമ്മൾ മിക്കവരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണല്ലേ. നമുക്ക് എപ്പോഴും തലയിൽ താരനും കാര്യങ്ങളും വരും, നമ്മൾ പല മരുന്നുകളും ഇതൊക്കെ തേച്ച് നോക്കും, പക്ഷെ താരൻ ഇങ്ങനെ വിട്ട് മാറാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൈ ചെയ്യുന്നതും അതേപോലെ ചീപ്പും കാര്യങ്ങളും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും പറക്കി കൂട്ടിയതായി പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ചങ്ങ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് അതിന് ശേഷം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ബ്രഷില്ലേ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് അങ്ങനെ കാര്യമായിട്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ആ തിളപ്പിച്ചെടുത്തപ്പോൾ തന്നെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി നമ്മളിത് ക്ലീനാക്കി എടുത്തിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഈ താരൻ കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ 1-2 പേരുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോമ്പ് ഉപയോഗിക്കുന്നത്, ചീർപ്പ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേ അതൊക്കെ വാഷ് ചെയ്ത് പിഴിഞ്ഞ് ഒരു 3-4 പ്രാവശ്യം ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ടൈ ചെയ്യുന്നതൊക്കെ ഞാനൊരു ടവലിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഇടയിലൊക്കെ അഴുക്കുണ്ടാവും, അതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണില്ല, താരൻ്റെ ഇതൊക്കെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതും കഴുകിയെടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ ചീർപ്പിനെയും ഞാനൊന്ന് കോമ്പിനെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അതും വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്ത സംഭവം ഒരു പരിധിവരെ നമുക്ക് താരനെയൊക്കെ തടയാം. ഇനി നമ്മുടെ ടിപ്പ് 3 വന്നിട്ട് നമ്മൾ ഫിഷൊക്കെ ചിലപ്പോൾ കുറച്ച് അധികം അങ്ങ് മേടിക്കും അല്ലേ. അപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒത്തിരി പണിയാണ്. അപ്പോൾ ഞാൻ നല്ലതുപോലെ അതിനെ ക്ലീൻ ആക്കിയെടുത്ത് ഉപ്പിട്ടൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. അതേപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ മീനിലുള്ള ആ ഉളുമ്പുമണോ കാര്യങ്ങളൊക്കെ പോവും. നല്ല ഫ്രഷായിട്ട് നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ 3-4 ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് അപ്പം തന്നെ കൊണ്ട് അങ്ങനെ തന്നെ വയ്ക്കല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഇതിലേക്ക് ഞാൻ നമ്മുടെ മീനുകളെ പെറുക്കി ഇടാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഇടട്ടെ കേട്ടോ, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന്
ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ ആ എയറില്ലേ അതിനെയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇനി നമ്മൾ അങ്ങനെ തന്നെ ഇതിനെ ഒരു ഡബ്ബയിലാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് ഇതിനെ അങ്ങനെ വെക്കാം കേട്ടോ. ഇനി ടിപ്പ് 4 കേട്ടോ. ടിപ്പ് 4 നമ്മുടെ ചവിട്ടി അതൊരു ഉരച്ച് കഴുകാൻ നല്ല ഇത്തിരി മെനക്കെട്ട പണിയാണ്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നല്ല ഇളം ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തേക്കുക. നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സോപ്പ് പൊടി ഏതാണോ യൂസ് ചെയ്യുന്നത് അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചവിട്ടി ഒക്കെ നമ്മൾ 2 ആഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ കഴുകുകയാണെങ്കിൽ നമുക്ക് അത്ര എളുപ്പമായിരിക്കും. പിന്നെ മഴയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പണി സംഭവം കഴുകി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചവിട്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതേമാതിരി കണ്ട അഴുക്കുകളൊക്കെ പെട്ടെന്ന് അങ്ങ് പിടിക്കും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഞാൻ മുക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു അരമണിക്കൂറോളം ഞാനിതിനെ മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഇളം ചൂടുവെള്ളമാണ്. അപ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളിക്കാത്ത രീതിയിൽ ഒരു പൈപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് മറിച്ചിട്ട് നല്ലോണം മുക്കി വയ്ക്കാം. ഇനി വെള്ളം നമുക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ മുക്കി വയ്ക്കാം കേട്ടോ. മുക്കി വെച്ചേക്കാണ്. ഇനി എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിക്കേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് നിന്ന് അഴുക്കങ്ങ് ഇളകി പോന്നേക്കണുണ്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇതുമ്മ പിടിക്കൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ ഒന്ന് നല്ലതുപോലെ ഒരു 5-8 പ്രാവശ്യം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. പച്ചവെള്ളം എടുത്തിട്ട്, കാരണം ഇതിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ ചവിട്ടിക്ക്. അത് മാറ്റിക്കളയാനാണ്. അതിലേക്ക് കുറച്ച് നമ്മുടെ വിനാഗിരിയും അതേപോലെ തന്നെ ഏത് ഷാമ്പുവോ കണ്ടീഷണറോ ഹാൻഡ് വാഷോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള നല്ല സ്മെല്ലുള്ളത് അതൊഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാമത്തെ ടിപ്പ് വന്നിട്ട്, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയും അയ്യോ വെട്ടലിലോ ഈ ബൾബിന് വെട്ടം കുറഞ്ഞു. അപ്പോൾ ചിലത് നോർമലി കുറയും, അല്ലാത്തത് അതുമ്മ അഴുക്ക് പിടിച്ചിരിക്കണം. അപ്പോൾ ആദ്യം ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ട് ഇതിനെ റബ്ബ് ചെയ്ത് തുടച്ചെടുക്കുക. അപ്പോൾ തന്നെ അതിനകത്ത് ഒരുവിധം അതിൻ്റെ പൊടിയൊക്കെ വരും കേട്ടോ. ഇനി എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നാണ് സാനിറ്റൈസർ, അത് ആ ടിഷ്യൂലേക്ക് ആക്കിയിട്ട് ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കുക. നല്ല സുന്ദര കുട്ടപ്പനാവും കേട്ടോ നമ്മുടെ ബൾബുകൾ. ഇനി സാനിറ്റൈസർ അല്ല, നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറില്ലേ അതായാലും മതി കേട്ടോ. എന്ത് വേണമെങ്കിലും ഇട്ട് ഒന്ന് തുടച്ചങ്ങ് എടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായില്ലേ. നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ്. നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ള 2 കാര്യങ്ങളാണ് പല്ലി പാറ്റ സാധനങ്ങൾ. അപ്പോൾ ഈ വിറ്റങ്ങളെ നമ്മൾ തുരത്തി ഓടിക്കാൻ പോകണം. അതിന് വേണ്ടി ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയിലിട്ട് അടിച്ച് നല്ലതുപോലെ പിഴിഞ്ഞങ്ങ് അതിൻ്റെ നീരങ്ങ് എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയും ഇങ്ങനെ കാഷ്ടിച്ചൊക്കെ വെക്കും, നമുക്ക് വലിയ പണിയാണല്ലേ. അപ്പോൾ അതിനി ഉണ്ടാവില്ല, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നീരെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏതാണോ ഹാൻഡ് വാഷ് ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. എവിടെയൊക്കെയാണോ ഇവർ വന്നിരിക്കുന്നത്, മെയിനായിട്ട് കർട്ടൻ്റെ അടിയിലൊക്കെ, അവിടെയൊക്കെ ഇത് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല കിടിലൻ ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.